ആവേശം മൂവി അപ്പൊ ഫഹദ് ഫാസിലിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. എടാ മോനേന്നും പറഞ്ഞുകൊണ്ട് വന്ന ഫഹദ് ഫാസിൽ എന്റെ അമ്പോ പൊളിയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകർ ഒരു ഒന്നൊന്നര ആവേശത്തിൽ തന്നെയായിരുന്നു. നന്നായിട്ടൊരു ഓളം ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാസും ആഷനും കോമഡിയും എല്ലാം തന്നെ ഉണ്ട് സിനിമയിൽ. ഫഹദ് ഫാസിൽ ഓരോന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട് സിനിമയിൽ. ഫഹദ് ഫാസിലിനോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു രാജമാണിക്യം പോലെ ആവുമോ ആവേശം എന്നൊക്കെ. ഫഹദിന്റെ ഒരു രാജമാണിക്യം തന്നെയാണ് ആവേശം എന്ന് പറയാം. അതുക്കും മേലെ നിൽക്കുന്നുണ്ട്. രോമാഞ്ചത്തിന്റെ ഡയറക്ടറായ ജിത്തു മാധവന്റെ സിനിമയാണ് ഇത്. ഫഹദ് ഫാസിലിന്റെ ഒരു മാസായിട്ടുള്ള ഒരു വൈബാണുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചത്തിനേക്കാളും ഈ സിനിമ അടിപൊളിയാക്കുകയാണ്. സിനിമയിലെ ഫഹദ് ഫാസിലെ ഒരു ലോക്കൽ ഗുണ്ട തന്നെയാണ്. രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ഫഹദ് ഫാസിലിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നടന്നത്. യൂട്യൂബിലൂടെ പ്രശസ്തനായ ഹിപ്സ്റ്റർ ഉൾപ്പെടെ ഒരുപാട് പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിൽ. മുഴുനീള കഥാപാത്രമാണ് ഹിപ്സ്റ്ററിന് സിനിമയിലുള്ളത്. അവരുടെ റോളുകൾ മനോഹരമായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈദുൽ ഫിത്തർ, വിഷു, ഫെസ്റ്റിവൽ മൂഡിൽ കാണാൻ പറ്റുന്ന ഒരു ഫാഫ എന്റർടൈനർ തന്നെയാണ് ആവേശം എന്ന് തന്നെ പറയാം. നിങ്ങൾ സിനിമ കണ്ടിരുന്നു. എന്താണ് നിങ്ങൾക്ക് സിനിമയെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ്